8 മണിയായി. സിത്തു ആ ചോറാക്കിയ നീ? ഷമീർക്ക, ഞാൻ ചോറും കറിയൊക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ആ ചോറും കറി റെഡി ആയിട്ടുണ്ടല്ലേ? അതെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി നോക്കിയേ. 8 മണിയായില്ലേ? 8:15 ബസ് വരുന്നത്. നീ ബാഗ് എവിടെ വെച്ചുള്ള എടുത്തേ? പിന്നെ ഷമീർക്ക പണിക്ക് പോണു പറയുമ്പോ എനിക്കാണ് പേടിയാവുന്നു ഷമീർക്ക. അതെന്തേ? എന്ത് പറ്റി? ഷമീർക്ക ഈ വീടിന്റെ പടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഉമ്മച്ചിയുടെ ആകെ സ്വഭാവം മാറിക്കഴിഞ്ഞു ഷമീർക്ക. ഒരു പണിയും പോലും ഒന്നും ചെയ്തു തരില്ല. എനിക്ക് പണിയെടുത്ത് ആകെ വയ്യാണ്ടായി. ഉണ്ണിനെയും കൂടി ഉമ്മ നോക്കും കൂടിയില്ല ഷമീർക്ക. ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം വെച്ചാലും കൂടി ഉമ്മ എടുത്ത് കുടിക്കില്ല ഷമീർക്ക. എന്നോട് തന്നെ പറയാ എനിക്ക് ആകെ വയ്യ ഷമീർക്ക. ഇക്കുള്ളപ്പോൾ ഒരു സ്വഭാവം, ഇക്കില്ലാത്തപ്പോൾ വേറൊരു സ്വഭാവമാണ് ഉമ്മ കാണിക്കുന്നത് ഷമീർക്ക. അതൊക്കെ എനിക്ക് തോന്നലാടാ, അങ്ങനൊന്നും ഇല്ല. അതേ ഉമ്മാക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇഷ്ടമാണെന്ന് അറിയാം നിനക്ക്. നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എപ്പോഴും വന്നു കഴിഞ്ഞാലും നിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞാണോ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. എന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ അതൊക്കെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞാലും ഇക്ക വിശ്വസിക്കൊന്നുമില്ലല്ലോ. എൻ്റെ ഉമ്മ വെച്ച് എനിക്കറിഞ്ഞോടെ. അതേ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും എത്രത്തോളം കാട്ടുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കുറിച്ചിട്ട് ഒരു മോശമായ രീതിയിലോ നിന്നെ കുറിച്ച് വേറെ രീതിയിലോ ഒന്നും ഉമ്മ പറഞ്ഞു ഞാൻ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുമില്ല. പിന്നെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അത്ര വിട്ടാൽ മതി. ഇപ്പം തന്നെ നോക്കി ഒരുപാട് സമയം നിന്നിട്ട് നീ ചോറ് അടച്ചുള്ള എടുത്തുന്നേ. ഞാൻ പോകാൻ നോക്കട്ടെ, സമയം ഒരുപാടായി. ഞാൻ പറഞ്ഞാലൊന്നും ഷമീർക്ക് വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? ആരാ ഈ കോളിംഗ് ബില്ലടിക്കണേ? കാലത്തോട്ട് വൈകുന്നേരം വരെ ഈ സക്കാത്തുകാർ ഇങ്ങനെ വരും. ഓ നിങ്ങളാ മോളെ കാണാൻ വന്നാവൂലേ? ഞാൻ അപ്പുറത്തൊരു കാര്യം ഉണ്ട്, അതിനോട് വന്നതാണ്. അപ്പം എന്തായാലും മോളും പേരക്കുട്ടിനൊന്നും കണ്ടിട്ട് പോലെ പറഞ്ഞിട്ട് കയറിയതാണ്. ഓ അപ്പുറത്തെ വീട്ടിലേക്കായിട്ട് വന്നാവൂലേ? അപ്പുറത്തെ വീട്ടിലേക്ക് വന്നാലല്ലേ നിങ്ങൾ മോളെയും പേരക്കുട്ടീനെയും ഒന്നും ഓർമ്മ വരുള്ളൂ. അല്ലാണ്ട് മോളെ കാണാനായിട്ടൊന്നും വന്നല്ല അല്ലേ? എങ്ങനെ കെട്ടിക്കൊടുത്താൽ പിന്നെ അതോടെ കഴിഞ്ഞില്ലേ നിങ്ങളെ ബാധ്യത? ഇടയ്ക്കൊന്നും മോളെ കാണണം, പേരക്കുട്ടിയെ കാണണം. ഇങ്ങനെ ഒരു മോളുടെ വീട് ഉണ്ട് എന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. മോൾക്ക് പിന്നെ ഭാഗ്യമല്ലേ കിട്ടിയിരിക്കണേ, ലോട്ടറി അടിച്ച പോലെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാമല്ലോ. മോള് കുളിക്കുന്നുണ്ട്, അവിടെ വിളിക്കുക. മോളെ കാണാൻ വന്നതാണ് അത്ര. വെറും കയ്യും ബിസി. എന്തിട്ട് ഒരു സാമാന്യ ബോധമില്ലാത്ത മനുഷ്യന്മാരെ. ഒന്നും അല്ലെങ്കിൽ നോമ്പല്ലേ, എന്തെങ്കിലും ഒന്ന് മോളെ കാണുമ്പോൾ പേരക്കുട്ടിക്ക് ഒരു 50 ഉറുപ്പിക കൊടുത്ത ഒരു ബിസ്ക്കറ്റ് കിട്ടും. വന്നിരിക്കും അങ്ങോട്ട് ഉപ്പാന്ന് പറഞ്ഞു. ഇത് കൊണ്ട് വന്നോ? ഓ സമീർ പോയോ? ഷമീർക്ക പോയി മച്ചി. ചോറൊക്കെ ആക്കി കൊടുത്തിട്ട് 8:15 ബസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ പോയില്ലേ? അതേ ഒരു ലോട്ട് പാത്രം അവിടെ എടുക്കുന്നുണ്ട്. അതൊക്കെ വേഗം പോയിട്ടൊന്ന് തേച്ച് കഴിഞ്ഞു. പിന്നെ ചൂലെടുത്തിട്ട് അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ചൂലെടുത്തിട്ട് ഒക്കെ ഒന്ന് അടിച്ച് ഒരു തുടക്കി ആ മുറ്റം കിടക്കണ കോല എന്താ ഈ നേരമായിട്ട് ചൂലിട്ടിട്ടില്ല. ഇതൊക്കെ ചെയ്തിങ്ങോട്ട് പോയിട്ട് മുറ്റടിച്ച് വിട്ടാ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. അവൻ പോണ വരെ അവൻ്റെ വാലും പിടിച്ച് നിൽക്കുക. പെൺകുട്ടികൾക്ക് കുടുംബത്തെ പണിയൊന്നും ഇല്ല അല്ലേ? ഒരു ലോഡ് പാത്രം കിടക്കുന്നുണ്ട്. കാലത്ത് പാത്രം ഈ നേരം വരെയും കഴുകിയിട്ടില്ല. ഇപ്പൊ ഒക്കെ പറഞ്ഞു തരണം, നേരം മരുന്ന് കഴിക്കുമ്പോലെ ഞാൻ പറഞ്ഞു തരണം അല്ലേ? അവനുണ്ടെങ്കിൽ ഒരു പണി ഇതാവില്ല. ചെല്ല്, അവൻ പണിക്ക് പോയില്ലേ? ഇനിയിപ്പോ വീട്ടിലെ പണികൾ നോക്ക്. ആ മുറ്റം അടിച്ചു വിട് പോയിട്ട് ഫസ്റ്റ്. അല്ല പാത്രം കഴുകിയിട്ട് മുറ്റം അടിച്ചു വിട്. വേഗം അടിച്ചു വരും തുടക്കി. തുണി ഇഷ്ടം പോലെ കിടക്കണ്ട, കൊട്ട നിറച്ച തുണിയുണ്ട്. അമ്മ ഞാൻ ചെയ്തോളും. അതെ എവിടെ നിന്നേ? എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പ വന്നിട്ട് കുറേ നേരം എവിടെ ഇരിക്കുന്നു ഉമ്മർത്ത്. പേരക്കുട്ടിനെയും മോളെയും ഒന്ന് കാണാൻ വന്നാണ്. പേരക്കുട്ടിയും മോളെയും കാണാൻ വന്ന കോലാണ്. ഒന്നല്ലെങ്കിൽ ഒരു 50 ഉറുപ്പിക കിട്ടൂലേ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്നല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയുള്ളതല്ലേ മോൾക്ക്. ഒരു മോളെ കാണാൻ പറ്റും. എന്തെങ്ങനെ ഒരു സാമാന്യ ബോധമില്ലാത്ത പോലെ എൻ്റെ ഉപ്പ എൻ്റെ ആൾക്കാരും കെട്ടിക്കൊടുത്ത് പറഞ്ഞാൽ കടമ കഴിഞ്ഞു. എങ്ങനെ ഇവിടെ വന്നവിടെ നല്ല സുഖമല്ലേ? അപ്പം പിന്നെ അവർക്ക് കുഴപ്പമില്ലല്ലോ, സുഖമല്ലേ?
മര്യാദ അറിയാത്തവരെ പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. വരുമ്പോൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പറയും, അതോടെ കഴിഞ്ഞു. അവിടെ ഇരിക്കുന്നുണ്ട് പുറത്ത്, പോയി മോളെ കാണണം പറഞ്ഞു. കണ്ടതല്ല, പോയിട്ട് എന്താ വിശേഷം ചോദിച്ചിട്ട് കോർത്ത് വർത്താനം പറയാനും നിൽക്കണ്ട. എന്തേന്ന് ചോദിച്ചു വർത്താനം വിശേഷങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ പാത്രങ്ങൾ കരുത് വന്നിരിക്കണ മോളെ കാണാൻ. ഒന്നും അല്ലെങ്കിൽ നോമ്പ് മാസമല്ലേ, ഒരു 10 ഉറുപ്പിയുടെ എന്തെങ്കിലും ഒരു അരക്കിലോ മുന്തിരിയോ ഒരു അരക്കിലോ ആപ്പിളോ മോൾക്ക് കൊണ്ട് കൊടുക്കൂലേ? അതൊക്കെയാണ് നാട്ടിൽ ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ ഉപ്പയൊക്കെ വരുമ്പോഴും എൻ്റെ ആങ്ങളമാർ വരുമ്പോഴൊക്കെ കവറ് നിറച്ചാൽ വരുന്നത് കണ്ടില്ലേ? ഇന്നൊരു മാമ വന്നില്ലേ, ആ മാമ കൊണ്ടുവന്ന നോമ്പ് പറക്കാനുള്ള സാധനങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ. അതാണ് മര്യാദ. എൻ്റെ ആൾക്കാർക്ക് ഒരു മര്യാദ ഇല്ല. മര്യാദ അറിയാത്ത കുടുംബത്തിൽ പോയി ബന്ധുത ചെയ്തിട്ട് ഇപ്പം പറഞ്ഞ് ഇതാകേണ്ട ഒരു അവസ്ഥ വന്നു. ചെല്ലി നോക്കി നിൽക്കാണ്ട് തന്ന വന്നിട്ടുണ്ട് എന്തെന്ന് ചോദിക്കിപ്പോ. എന്തിനാ ഉമ്മ അങ്ങനെയൊക്കെ പറയണത്? ഉപ്പാക്ക് കല്യാണം കഴിഞ്ഞ് കഴിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. പിന്നെ അതുമല്ല ഉമ്മാക്കും ഉപ്പാക്കും വയ്യാലോ. പിന്നെ എൻ്റെ അനിയന്മാരൊക്കെ അല്ലേ ചെറുതുകൾ, അതിനവർ ആയിട്ടില്ലല്ലോ ഉമ്മ പണിക്ക് പോകാനൊന്നും. പഠിക്കുകയല്ലോ ഉമ്മ. പണിക്ക് പോകാനായിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ആങ്ങളമാർ കൊണ്ടുവരുന്ന പോലെ എൻ്റെ അനിയന്മാർ കൊണ്ടുവരില്ല ഉമ്മ. അതുകൊണ്ടല്ലേ ഒന്നും കൊണ്ടുവരാത്തത്. ഓ, ഇതൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ പൊള്ളിയില്ലേ? എൻ്റെ ഉപ്പാനെ പറയുമ്പോഴേക്കോ അല്ലേ ഒരു 50 ഉറുപ്പ്യ കാശിനല്ല എൻ്റെ ആങ്ങളമാർ പണിക്ക് പോണ. ഉപ്പാനെ പറയുമ്പോഴേക്കും അങ്ങോട്ട് പൊള്ളിയില്ലേ? നല്ല സുഖ ജീവിതമല്ലേ ഇവിടെ, അതുകൊണ്ടാണോ? അല്ലെങ്കിലൊക്കെ നീ പറയൂ. എൻ്റെ ഉപ്പാൻ്റെ ആരെയും വേണ്ട, നീ പറഞ്ഞ പണി പോയി ചെയ്യും. എന്തേന്ന് ചോദിച്ചിട്ട് പോയി പാത്രങ്ങളൊക്കെ പാത്രം കഴിയും വേഗം ഇവിടെ അടിച്ച് പോയി തുടച്ചും കണ്ടേ. കുറേ തുണിയുണ്ട്. പിന്നെ മുറ്റടിക്ക് പോയിട്ട് റോഡ് സൈഡാണ്, ആൾക്കാർ പോകുമ്പോൾ നോക്കിക്കൊണ്ടേ പോവുക. ഒരു കുളി കഴിഞ്ഞ് മാപ്പിളുടെ കൂടെ ഒരു കിന്നാരം, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇത് വരുന്നത്. ഇതൊക്കെ പറയാൻ നന്നായിട്ട് അറിയാം. ആ പോയിട്ട് ഇതിൻ്റെ ഉപ്പാനോട് എന്താ വിശേഷം ചോദിച്ചിട്ട് പറഞ്ഞേക്കാൻ നോക്ക്. ദേഷ്യം വരുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ. പൊക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, വന്നാൽ ഞാൻ എന്തെങ്കിലും പറയും. മോളെ മോളെ എന്തുണ്ട് വിശേഷം? സുഖല്ലേ മോളെ? ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ മോള്. അപ്പൊ എന്തിനാ വയ്യത്തോടെ നോമ്പൊക്കെ എടുക്കാൻ നിൽക്കണത്? ഉപ്പ എന്താ അവിടെ നിൽക്കണ? എന്ത് വായോ? എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലപ്പാ. ഇപ്പം ഇരിക്കേ. ഉമ്മയുടെ വിശേഷമൊക്കെ എന്താണ്? ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, ഉമ്മ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മരുന്നൊക്കെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അപ്പം അതിനുള്ളൊരു ഇതുണ്ടാവും, ക്ഷീണമൊക്കെ ഉണ്ടാവും. അല്ല, ഉപ്പ വന്നിട്ട് കുറേ നേരമായാ? കുറച്ചു നേരമായി. ഞാൻ ഉമ്മാനെ കണ്ടപ്പോൾ മോള് കുളിക്കാൻ പോയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയുടെ സംസാരമൊന്നും അത്ര ഒരു ഇതില്ല. മോളിപ്പോൾ ഉമ്മായിട്ടിപ്പോൾ എങ്ങനെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലപ്പാ, ഉമ്മാക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഷമീർക്കാക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് സുഖം തന്നെയാപ്പാ. മോളെന്താ അങ്ങോട്ട് വരാത്തത്? ഉമ്മാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ? മോൾക്ക് മര്യാദക്കും അങ്ങോട്ട് ഒന്ന് വന്നൂടെ? അപ്പോൾ എങ്ങനെപ്പാ? ഷമീർക്കാക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിലൊക്കെ ഞാനും ഷമീർക്കാൻ വന്നിട്ടുണ്ടാവും. അല്ലപ്പാ, എനിക്ക് ഉമ്മാനെ കാണാൻ വരണം എന്നൊക്കെ ഉണ്ട്. മോള് വായോ, അപ്പോൾ ഉമ്മാക്കൊരു സമാധാനമായില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഉമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ, ഞാനിവിടം വരെ വന്നപ്പോൾ മോളൊന്ന് കണ്ടിട്ട് പോയിട്ട് വന്നു. ഇവിടുത്തെ ഉമ്മാളൊന്ന് പറയും, ഞാൻ പോയി എന്ന് പറയും. അപ്പം ഉമ്മാനോട് പറയണം ഞാൻ അവിടെ സുഖമായിട്ടിരിക്കണമെന്ന്. ഉമ്മാക്ക് എന്നെ വെച്ചിട്ടാണ് ടെൻഷൻ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ. അത് ഞാൻ പറയാം മോളെ. ശരിക്കും ഭക്ഷണമൊക്കെ നേരത്തിന് കഴിച്ചോട്ടാ. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എന്നാ. ഓ, എന്താ വാതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണത്? എൻ്റെ ഉപ്പ പോയാ? ആമ്മ ഉപ്പ പോയി, ഉമ്മാനോട് പറയാൻ പറഞ്ഞു പോയിപ്പോൾ. എൻ്റെ അടുത്ത് എന്തിനാ നിൻ്റെ ഉപ്പ പോകണമെന്ന് പറയാനേ? അങ്ങനെയുള്ളപ്പോൾ ഞാൻ വരുന്നവരെ കാത്തിരിക്കും. മക്കയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ, മുകളിൽ തുണിയെടുക്കാൻ പോയതല്ലേ. വന്നിട്ട് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് നിന്നോട് ഇപ്പം എന്നോട് പറയാം എൻ്റെ ആരാ നിൻ്റെ ഉപ്പ? അതെ, നോക്കി നിൽക്കണ്ട. ഉപ്പ പോയില്ലേ? ഇതൊക്കെ കൊണ്ടുപോയിട്ട് തിരുമ്പ് പോ. മേലെ പോയി തുണിയെടുക്കാൻ പറ്റൂല, എടുത്ത് കാലിൻ്റെ ചോട്ടിൽ കൊണ്ടു കൊടുക്കണം. അത് കൊണ്ടുപോയിട്ടേ വാഷിംഗ് മെഷീനിൽ തിരുമ്പണ്ട, അത് പുതിയതാ. അലക്കലിൻ്റെ അവിടെ പോയിട്ട് അലക്കിച്ചല്ലേ. അമ്മ ഞാൻ ചെയ്തോളാം. ചെയ്തോളാന്നല്ല, ചെയ്യാണ്ട് പിന്നെ. ഓ, ഇവരെ കോമഡി എന്നാലും ഒന്നൊന്നര കോമഡി, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇവരെ കോമഡി. എനിക്ക് നല്ല ഇഷ്ടമാണ്. ചിരിച്ച് മതിയാവോ. ചിത്തു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നേ. ഇതാ വരുന്നുമ്മ.
ആ തുണികളൊക്കെ കഴുകിയ അവിടെയൊക്കെ അടിച്ചൊരു തുടച്ചാ? അതെ, ഇനി ഉച്ചയ്ക്ക് എന്താ പരിപാടി? എന്താ കറി വെക്കണ ഉച്ചക്കിലേക്ക്? കറി എന്ത് വെക്കണമെന്ന് എനിക്കറിയില്ലമ്മ. എന്താ വെക്കേണ്ടത്? ഫ്രിഡ്ജിൽ മീനില്ലേ? ആ മീനെടുത്തിട്ട് കൂട്ടാൻ വെക്ക്, അല്ലെങ്കിൽ ആ പച്ചക്കറി എടുത്തിട്ട് ഉപ്പേരിയും വെക്ക്. മതി. പപ്പടവും പൊരിച്ചാലേ അന്ന് അങ്ങനെ പോട്ടെ, മതി. മീനെടുത്ത് കറി വെച്ചോ? അതല്ലമ്മ, ഇന്നലെ മേടിച്ച ചിക്കൻ ഇല്ലേ, അത് ഫ്രിഡ്ജിലുണ്ട്. ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്യട്ടമ്മ. ചിക്കനാ? ആര് മേടിച്ചിട്ട് വന്നു ചിക്കൻ? അത് ഇന്നലെ ഷമീർക്ക വരുമ്പോൾ മേടിച്ചിട്ട് വന്നതമ്മ. ഞാൻ കണ്ടില്ലല്ലോ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം എന്താ കുറച്ച് ചിക്കൻ, ആ ബാക്കി ചിക്കൻ എവിടെ? എന്താ രണ്ടാളും കൂടി രാത്രി ഇരുന്ന് കഴിക്കണ്ട നിങ്ങൾ ചെയ്തിട്ട്? ഉമ്മ മറന്നാ? ഇന്നലെ നമ്മ പത്തിരിക്ക് കറി ഉണ്ടാക്കിയില്ലേ, ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ട്, കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അതെ, ഉമ്മ പറഞ്ഞതനുസരിച്ചാൽ മതി. മീനുണ്ട്, അതെടുത്ത് കറി വെക്ക്, കുറച്ച് പൊരിക്ക്, പിന്നെ ആ പച്ചക്കറി എടുത്തിട്ട് ഒന്ന് ഉപ്പേരിക്ക്. ഉമ്മ പറഞ്ഞതനുസരിച്ചാൽ മതി. അല്ലാണ്ട് ചിക്കൻ നിൻ്റെ ഇഷ്ടത്തിൽ ചിക്കനും വെക്കുക, അത് വെക്കുക, അത് നമ്മുടെ നടക്കില്ല. ഉമ്മ പറഞ്ഞത് പോയിട്ട് അനുസരിക്കുക. അല്ലാണ്ട് നിൻ്റെ ഇഷ്ടത്തിൽ ചിക്കൻ അവിടെ ഇരുന്നോട്ടെ. ചിക്കൻ കറി വെക്കാം, മീൻ കറി വെച്ചാൽ മതി. ശരി ഉമ്മ. ആ, എന്നാ ഈ ക്ലാസ് ഒന്നും കൊണ്ട് വയ്ക്കവിടെ. എന്താ അവരെ കോമഡി, അടിപൊളി കോമഡിയാ. കണ്ടാലും മതിയാവില്ല. ആഹാ, നീ ഇതുവരെ വിട്ടില്ലേ? ഇപ്പോഴിവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇരുന്നല്ലേ നീ ഇവിടെ? കുളിക്കാൻ പോകുമ്പോൾ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ നിനക്ക് എണീക്കാനായിട്ടില്ല അല്ലേ? നീയേ ഒരു കാര്യം ചെയ്തേ, ഒരു ഗ്ലാസ് ചായ എടുത്തറ പോയിട്ടൊന്ന്. നല്ല തലവേന. അതെ, ഇന്ന് എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഷമീർക്ക. കടുമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയോ ഉപ്പാനോട്? ആ, എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നാ? ആ, എപ്പോഴാ വന്ന്? അതല്ല, എൻ്റെ ഉപ്പാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എന്ത് പറയാനാ? ഇക്കറിയാലോ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ. ഉപ്പ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, കൈമീശി വന്നു എന്നൊക്കെയാ പറയുന്നത് ഉമ്മ. എനിക്ക് ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി ഷമീർക്ക. ആടാ, എനിക്ക് അവിടുത്തെ അവസ്ഥ എനിക്കറിയാലോ. അതല്ല, ഉമ്മ എന്നാലും അങ്ങനെ പറഞ്ഞാ? ആ ഷമീർക്ക, ഉമ്മ പറയണ പോലെയൊന്നുമില്ല. പണിയെടുക്കുക പറഞ്ഞിട്ട് എന്നെ വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പറയണേ? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇക്ക വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടിക്ക, ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കത്തിക്ക. ആ, നീ പോയിക്കോ, അതിനിപ്പോൾ എന്താ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം, എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ കേട്ടാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നാളെ കാലത്ത് റെഡി ആയിട്ട് നിൽക്ക്. ഞാൻ എന്ത് ചെയ്യാം, പണിക്ക് പോകണ ഗ്യാപ്പിൽ നിന്നടാണ്ട് വിട്ടയച്ചിട്ട് ഞാൻ നേരെ പണിക്ക് പോയിക്കൊണ്ട് കേട്ടാ. ആ ശരി ഷമീർക്ക. ഉമ്മ എന്ത്? ഉമ്മ അടുക്കളയിലുണ്ട്. ആ, നീ പോയി കാണട്ടെ. ഉമ്മ. ആ, ആ, മോനിപ്പോ വന്നേ? ഞാൻ ഇപ്പം എത്തിയുള്ളൂ ഉമ്മ. എന്താ? ശരി, ചായ കുടിച്ചോ? ചായ വേണ്ടമ്മ. അതേ, പിന്നെ ഒരു കാര്യം, ഞാൻ ചിത്തൂനെ 2 ദിവസത്തേക്ക് കിടന്ന് കൊണ്ടാക്കിയെന്ന് ആലോചിക്കണമ്മ. എന്ത് പറയണത് നീ? ചിത്തൂര് 2 ദിവസം കൊണ്ടാക്കാൻ പോവേ? ചിത്തു പോയ ഇവിടുത്തെ പണികളൊക്കെ ആരാ നോക്കുക? ഉമ്മാക്ക് വയ്യാത്തത് നിനക്കറിയില്ലേ? ഉമ്മാക്ക് സുവർണ്ണ മരുന്ന് കഴിച്ചിട്ട് കിടന്ന നേരം വെളുക്കുമ്പോൾ എണിക്കാൻ തന്നെ വയ്യ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ കാലത്ത് എണിച്ചിട്ട് നീ പണിക്ക് പോകുമ്പോൾ എനിക്കാകണം, അവർ പണിക്ക് പോകുമ്പോൾ എനിക്കാകണം, വീട്ടിലെ പണി ആര് നോക്കാനാ? അതൊന്നും വേണ്ട, എൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്താ ഇവിടെ ബുദ്ധിമുട്ട് ചിത്തൂരെ കൊണ്ടാക്കാൻ? ഉമ്മ എന്ത് വർത്താനം പറയണമ്മ? അവൾ പോയി 2 ദിവസം ഇരുന്നോട്ടെ. ഉമ്മ എന്തൊക്കെയാ പറയണത്? ഒന്നാമത് അവൾക്ക് തീരെ വയ്യാത്തല്ലേ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷവും ഇവൾക്കൊരു സന്തോഷവും, കുറച്ച് റെസ്റ്റായ പോലെ ആവൂലേ? എന്ത് വർത്താനം പറയാൻ നിൽക്കണമ്മ? ഓ, അവിടെ പോയിട്ട് സന്തോഷം ഒന്നും പറയണ്ട. അതേ, അവളുടെ ഒപ്പം വന്നവരും നിന്നോട് പറഞ്ഞാ? ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. വന്നു മോളെയും പേരക്കുട്ടിയും കാണാനെന്ന് പറഞ്ഞിട്ട് ഈ 2 കൈയും തെങ്ങനെ ഇട്ടിട്ട് അറിയാം. ഒരു 50 ഉറുപ്പ്യ കാശ് കിട്ടില്ലടാ മോനെ ഒരു പേരക്കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ. അത്ര പോലും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ എന്ത് എല്ല് എന്താ പറയുക, വറ്റെല്ലി കുത്തിയിട്ടാ നിൻ്റെ പെണ്ണ് പോണം പറഞ്ഞിട്ടിരിക്കണ്. ഇവിടെ എന്ത് ചെയ്ത് മതം മറിച്ചിട്ടാ? ഇവിടെ പണിയുണ്ടെങ്കിലേ തിന്നാനും കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്നുണ്ട് ഇവിടെ. എന്തിൻ്റെ കുറവാ നിൻ്റെ പെണ്ണിന് ഇവിടെ?
അവളുടെ വാക്ക് കേട്ടിട്ട് നീ 2 ദിവസം കൊണ്ട് വിടുന്നു 2 ദിവസം കൊണ്ട് വിടുന്നു പറയുന്നത്. ഉമ്മ എന്താ ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ നിനക്കൊരു കുഴപ്പമില്ല. എൻ്റെ പെണ്ണ് പണിയെടുക്കുകയാണെങ്കിൽ നിനക്കത് പറഞ്ഞു തന്നപ്പോൾ വലിയ കാര്യമായില്ലേ? എന്താ ആവശ്യമില്ല, അതിൻ്റെ പെണ്ണൊന്നും കൊണ്ടാക്കണ്ട. എന്തിനത്, എന്തിനാ പോണെന്ന് ചോദിക്ക്. ഇവിടെ എന്താ കുറവ് നിനക്ക് ചോദിക്ക്. നീ ഒരാണല്ലേ, ചോദിക്ക് നിൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എന്താ ഇവിടെ കുറവ്, എന്ത് കാരണം കൊണ്ട് നീ പോണെന്ന് പറയേ. ഉമ്മക്ക് അത്ര കാസറ്റുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ എത്ര കാലമായി? ഇന്നേ വരെ വന്നിട്ടുണ്ടാവും മോളെ ഒന്ന് കാണാൻ. ഉമ്മാനെ കാണും. ചില മക്കളാണെങ്കിൽ പാടി ചവിട്ടിപ്പിക്കില്ല, നീ കൊണ്ടാക്കി കൊടുക്കണം അത്ര. മോനെന്തെങ്ങനെയായി? ഉമ്മ നിർത്തി നിന്നിട്ട് കുറെ നേരം കണ്ട് സംസാരിക്കാൻ നിൽക്കണത്. അതെ, നാളെ എന്നുള്ള ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടായിക്കോളും കേട്ടാ. അവളെന്റെ ഭാര്യയാണ്, അല്ലാണ്ട് വേറെ ആരുമില്ല. ഉമ്മ എന്ത് വർത്താനം പറയാൻ നിൽക്കണ്? അവളെന്നിവിടെ അടിമയായിട്ട് ജീവിക്കാൻ വന്നവളാ. ഒരുമാതിരി സ്വഭാവം പോലെ ഇപ്പൊ സംസാരിക്കണത്. ഞാൻ ഇത്ര കാലം എനിക്കറിയാൻ പാടില്ല. അവളുടെ ഇടക്കിടക്ക് പറയുമ്പോണ്ടല്ലോ എൻ്റെ ഉമ്മയാ അങ്ങനെയാ, ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഉമ്മയുടെ സംസാരം കൂടുമ്പോ എനിക്ക് മനസ്സിലാവണത് അവള് പറഞ്ഞ സത്യാണല്ലോ എന്ന്. എന്താണ് അമ്മ ഇങ്ങനെ സംസാരിക്കണത്? അയ്യേ. ഓ വന്നെത്തി, കുറേ നേരമായി വന്നെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് പിരിമുരുക്കൊക്കെ കഴിഞ്ഞ് കയറ്റി വെച്ചിട്ട് വന്നാണല്ലേ, അങ്ങോട്ട് ചോദിക്കാൻ വന്നാണല്ലേ. ഇത്രമാത്രം ആയാ? നീങ്ങി നിൽക്ക്. പറഞ്ഞതിനൊരു മറുപടി പറയാത്ത മോനാണ്. ഇപ്പം അവളുടെ വാക്ക് കേട്ടിട്ട് നീ എന്തൊക്കെയാ നീ പറയണേ? ഉമ്മാനോട് ഇങ്ങനെ ചൂടായി വർത്താനം പറയാ നീ ആയാ? എന്താ മോനെ നീ അങ്ങനെ ആയത്? ഇതൊക്കെ പിരിചേരി തരുന്ന ബലത്താണ് ഇങ്ങനെ വർത്താനം പറയണത് നീ കേട്ടാ. എൻ്റെ പെണ്ണ് അങ്ങനെ ഇരുന്നോട്ടെ, ഭയങ്കര സാധനാ. അതിന് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത്രമാത്രം വൈരും കത്തുണ്ടായിരുന്നേനെ. സ്നേഹിക്കണമുണ്ട് കേട്ടാ. അല്ലാണ്ട് നിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇപ്പം ചോദിക്കാൻ നീ വന്നില്ലേ, അതാണ് ഉമ്മാക്ക് വിഷമം. എൻ്റെ ഉമ്മ എന്ന് നീ വായിക്ക് വായി പറയാം. ഞാൻ വിശ്വസിച്ചു ശരിക്കുള്ളതാണെന്ന്. ഇപ്പം നീ ചോദിക്കാൻ വന്നിട്ട് ഇപ്പം എന്നോട് ചൂടാകണ കണ്ടില്ലേ. പെറ്റുമ്മാനെ ഇവിടെ വലുതാണ് നിൻ്റെ ഭാര്യ അല്ലേ. ഭാര്യനെ സ്നേഹിക്കണം മോനെ, എല്ലാം വേണം. പക്ഷെ ഉമ്മാനെ അതേപോലെ കുറച്ചെങ്കിലും ഉമ്മമാരുടെ വാക്ക് കൊടുക്കണം കേട്ടാ. കംപ്ലീറ്റ് നിൻ്റെ ഭാര്യയുടെ വാക്ക് തന്നെ എടുക്കരുത്. കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോണ്ട, ഉമ്മയാണ് പറയണേ. അതെ, ഉമ്മയുടെ മോനാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും കേട്ടോ. അവള് വേലക്കാരൊന്നല്ല അവള്.